സൈഡിലേക്ക് പോവാം. മണ്ണ് പറഞ്ഞാൽ കാണിച്ചു തരാം. ചേട്ടാ കുറേ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. ഇതെന്തിനാ കഴുകണേന്ന് കല്ല് ഇത് കണ്ടോ? എന്ത് കല്ല്? മണ്ണ് പറഞ്ഞാണ് കേട്ടോ. ഓരോ ഭാഗം നോക്കി നോക്കി കേട്ടോ. കഴുകുക എന്ന് പറയണതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. ഇത്തിരി വെള്ളം വെച്ചേ. ഇടക്കിടക്ക് ചോദിച്ചാൽ ഇടക്കിടക്ക് ചോദിച്ചാ ഞാൻ ബംഗാളിയാ. ഇങ്ങോട്ട് ഇടക്കിടക്ക് ചോദിച്ചാൽ എങ്ങനെയാണോ പറഞ്ഞേ? അയ്യോല എന്തോ ചേടാ. എന്നിട്ടാടാ അങ്ങനെ ഒരു സാധനം അയ്യോ എന്നൊക്കെ പിടിക്കും മൊത്തേ പൊന്നെ. ഞാനൊന്നും പറയുന്നില്ല. എന്നോട് വെച്ചപ്പോ കൈ ഇത്തിരി ഇങ്ങോട്ട് മാറ്റിയേ. ഉറങ്ങാ കിടന്നിട്ട് അവിടെ എന്ത് പണിയെടുത്തിട്ടാണ് അങ്ങനെ കിടന്ന് ഉറങ്ങണത്? രാത്രി കക്കാൻ പോയാ? വാഴ കക്കാൻ പോയാ? രാത്രി വാഴ എടുക്കാൻ പോയേക്കോ? വാഴയൊക്കെ വെക്കും കളനവൻ. പിന്നെ വാഴ എടുക്കുന്നവനാണ്. അവൻ തിന്നാൻ വെട്ടിട്ട് ഇവിടെ കൊടുത്തിട്ടെങ്കിൽ മാറാക്കില്ലല്ലോ. ആള് പതുക്കെ 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 പോന്നിട്ട് നമ്മൾ നോക്കണ്ടോന്ന് നോക്കൂ. ഒരു വാഴ എടുക്കും. പക്ഷെ ഈ പൊട്ടാൻ എടുക്കണ സൗണ്ട് നമ്മൾ കേൾക്കില്ലേ? എടുക്കുമ്പോ ഇങ്ങനെ നരിങ്ങല്ലേ വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ഓടി ഒന്ന് ഇവിടെ നോക്കും. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടെന്ന് ഉടായിപ്പെന്ന് പറഞ്ഞാൽ ലോകം ഉടായിപ്പ. ഞങ്ങളത് ക്ഷമിക്കും. നമ്മുടെ കുട്ടിയല്ലേ. മടുത്തു പറയണ കിടന്ന് ഇതേപോലെ കഴിക്ക് വേറെ കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ കഴുകാന്ന് പറഞ്ഞാൽ കഴുകണം. നല്ല വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നല്ല തേച്ചടിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ലേ? പിന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറില്ലേ? ഈ നേരത്തെ കാലം അങ്ങനെ തൂങ്ങിയല്ലെന്ന് പറഞ്ഞേ കഴിയാണ്ട് എണീപ്പിച്ച് കഴിയുമ്പോൾ കണ്ണൊക്കെ കണ്ട് തുറക്കും. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും സാധനം അടിപൊളിയായിട്ട് ഇരിക്കും. അത്രേ ഉള്ളൂ. അല്ല ഇനി നാളെ തൊട്ട് നമുക്ക് ഓടിച്ചു വിടാനുള്ളൂ. ഇതുപോലെ എല്ലാ ശനിയാഴ്ചയും കല്ലിനൊരു കഴിച്ചു. ബാക്കിയുള്ള ദിവസമൊക്കെ ബ്രഷിനെ ഓടിച്ചു വിടുക അല്ലെങ്കിൽ ചകിരിക്ക് കഴിഞ്ഞു വിടുക. പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മണ്ണ് തരിടാനാണ് ആലോചിക്കുന്നത്. അടുത്ത പണി തരാടാന്ന്. ഇന്നലെ കുളിപ്പിച്ച് മാറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോണ്ട് മേക്കപ്പെട്ടിട്ട് മേക്കപ്പെട്ട ഞാൻ ഇവിടെ കൺവളച്ച് വെച്ചേക്കണം. അത് നമ്മൾ എന്ന് വൃത്തിയായിട്ട് അന്ന് കൺവളയത്ത് എന്തായാലും അത് വരയ്ക്കും. എന്തായാലും കണ്ണെഴുതണ്ടേ? അവിടെ കണ്ണെഴുതി സമാധാനം അല്ലെന്ന് കണ്ണെഴുതി ഫീലായി നോക്കട്ടാ. ഇതൊക്കെ പിന്നെ ഇന്നലെ കഴിഞ്ഞ് നിർത്തിയാൽ നമുക്ക് പകുതി കഴിയും.
മതി മതി. ഓ പാറുവിനെ കഴുകി നമ്മുടെ ഊപ്പാട് ഇറങ്ങിയില്ലേ? പിന്നെ അങ്ങനെ കഴുകാൻ സുഖല്ലേ? അങ്ങനെ കഴുകാൻ സുഖമാണ്. പക്ഷേ പാറാണെങ്കിൽ മണ്ണ് വാരിട്ട് നിറയ്ക്കും. പാറു ഒരു ദിവസം കഴുകണതിന്റെ അരട്ടി അരട്ടി പിറ്റേ ദിവസം മണ്ണ് വാരി ചെളിയിൽ ഇങ്ങനെ കുളിച്ച് നോക്കണമെങ്കിൽ ബാക്കിൽ പോയി നോക്കിയാൽ മതി. ഫ്രണ്ടിൽ കാണത്തില്ല, ഫ്രണ്ട് സീറ്റൊക്കെ കാണത്തില്ല. അതാണ് പാറും. ഓ ഞങ്ങളെ കുറച്ചൊന്നല്ല കഷ്ടപ്പെടുത്തേക്കണം എന്റെ പൊന്നു, നോക്കാൻ വയ്യ. അതിനൊക്കെ ഏതാണ്ട് അങ്ങനായിട്ട് ഒരു സ്വഭാവം. ആ പിന്നെ കുറച്ച് ടൈപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. ആന്ന് നടക്കാൻ പറഞ്ഞാൽ പാറുവിന് നടക്കാൻ പറ്റില്ലല്ലോ. ഇവന്റെ അടുത്ത് അതേപോലെ അല്ലേ, നടക്കാൻ പറഞ്ഞാൽ എനിക്ക് വയ്യ. പാറു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തണ ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് നടക്കാൻ ഉണ്ടെന്ന് തോന്നി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ആളപ്പം തന്നെ നമ്മൾ പേടിച്ചു. എത്ര ഒരു കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് എന്തെങ്ങനെയാണെങ്കിലും വിചാരിക്കും കൂടായ്പ. അതേപോലെ ഇവരുണ്ട്, ഇവനും അതിൻ്റെ അപ്പുറം. ഇപ്പൊ ഇവിടെ നടന്നു വരുമ്പോൾ ഇങ്ങനെയല്ലേ വന്ന് നടക്കാൻ പറ്റാത്ത പോലെ കുളിച്ചില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നടക്കിയല്ലോ കൊണ്ടുവന്നു. ഇപ്പം മക കൂടായ്പനെ അതിന് വരുമെന്ന് കടന്നവിടെ നിനക്കുള്ള ശിക്ഷയാണ്. കുളിച്ചൊക്കെ വൃത്തിക്കുമ്പോ എനിക്ക് നിൽക്കട്ടെ വിചാരിക്കുമ്പോ ആനക്ക് മക്കളെ 10 ആനകളെ കൂടെ ആകുമ്പോ മണ്ണിറങ്ങിക്കുന്ന പിന്നെ അതിന്റെ ആന മണ്ണിറങ്ങുന്ന അതിന്റെ അമ്പക്കാർക്ക് ആനക്കാർക്കാ. മണ്ണിറങ്ങി നിൽക്കണ ഭംഗിയുള്ള ആനകളെ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. കുറെ മണ്ണും വാരി ചെളിയും വാരി കയറ്റി ഒരു സദസ്സിലേക്ക് കയറി ചെല്ലണ ആനയ്ക്കൊരു വില ഉണ്ടെങ്കിൽ അതേ വില തന്നെ ആനക്കാരനും ഉണ്ട്. പക്ഷെ അത് ആനക്കാരൻ അത് വേണ്ട രീതിക്ക് പോയാൽ അത് കിട്ടും. കഴുകി മണ്ണൊക്കെ ഇറക്കി ഒരു കുറിയൊക്കെ തൊട്ട് ഒരു സദസ്സിലേക്ക് ഒരു കൊമ്പത്തൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ കയറിയാണ്ട് ചെല്ലുമ്പോൾ ഒരു വെള്ളമുള്ളൊക്കെ കൊടുത്ത് ഒരു തോർത്തൊക്കെ തോളത്തിട്ട് ഇങ്ങനെ തോന്നി പിടിച്ച് ചെല്ലില്ലേ ഒരു അന്തസ. അല്ലാണ്ട് കുറെ മുറുക്കാനും മുറുക്കി കുറെ അടിച്ച് പറയില്ല. എങ്ങനെയാവട്ടെ കുഴപ്പമില്ല. എന്നാലും കഴുകി കഴിയുമ്പോൾ നേരം വൈകും. അപ്പൊ നീ കൈ നിന്റെ വേദന എടുക്കും, നീ ഫോൺ പിടിച്ചു. അപ്പൊ ശരി കിട്ടും. ടാറ്റാ. ചോറാണോ നമുക്ക്? ചോറാണോ? ചോറുണ്ട്. ചെയിമ പിടിച്ചാൽ വന്നപ്പോ കിക്കിളിയില്ല. ചെയിമ കിക്കിളിയിരിക്കില്ല നിന്റെ ആരെങ്കിലും പിടിച്ച് കടിച്ചിട്ടുണ്ട്. എൻ്റെ മോളെ ചെയിമ ആരെ കടിച്ച് കടിച്ചേക്കണം കൂടെ ഇവിടെ കടിച്ചോ? ആ വെറുതെ അല്ല, കൊച്ചിൻ്റെ ചെയിമ കടിച്ചിട്ടാണേ പേടിയില്ല. ആ ചോറാണോ? ആണോ? തല എടുക്കാവോ? തലയൊന്ന് കുലുക്കാവോ? കുലുക്കാവോ? തലയൊന്ന് കുലുക്കാവോ? ആ ഓ യാ തിന്നോ.